മാർക്കറ്റിംഗിലേക്ക് പോകാം. മാർക്കറ്റിംഗില് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കണം. ഇവിടെ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. നമ്മുടെ ഓഡിറ്റിങ്ങിനെക്കാട്ടിലും കുറച്ചുകൂടെ വൈഡറാണ്. ഇവിടെ ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചാല് 10 ചോദ്യങ്ങളും ആൻസർ ചെയ്യാം. 10 ചോദ്യം നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങും. സിമ്പിളാ. കോൺസെപ്റ്റുകൾ ഒത്തിരി ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പോലെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെക്കാട്ടിലും കുറച്ചുകൂടെ വൈഡറാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിൽക്കും. മാർക്കറ്റിംഗ് കുറച്ചുകൂടെ സ്കോപ്പ് വൈഡറാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. വലിയ ചോദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ കാണിച്ചു തന്നില്ലേ? വലിയ ചോദ്യങ്ങൾ. ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇവിടെ ഏത് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്തത് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒരു വ്യക്തി പർച്ചേസ് ചെയ്ത എല്ലാം ആ ഒരു സ്റ്റോറി പോലെ തരും. എന്നിട്ട് ഈ വ്യക്തി ഏത് കാറ്റഗറിയിൽ വരും, ഏർലി മെജോറിറ്റി ആണോ ലേറ്റ് മെജോറിറ്റി ആണോ, ഇങ്ങനെയുള്ള അപ്ലിക്കേഷൻ ചോദ്യങ്ങൾ കൂടുതൽ വരും. അപ്പം കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. വലിയ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്ത് വരണം. കുറച്ച് വൈഡറാണ്, സ്കോപ്പ് വൈഡറാണ് മാർക്കറ്റിംഗ്. പക്ഷെ എളുപ്പമാണ്. ചെറിയ കാര്യങ്ങളെ പഠിച്ചു വെക്കാനുള്ളൂ. എല്ലാം സിമ്പിൾ കോൺസെപ്റ്റുകളാണ്. ഓക്കെ, പിന്നെ നമുക്കൊന്ന് തുടങ്ങി വെക്കാം. ഞാൻ ഇന്നത്തെ ക്ലാസ്സിലെ ഒരുപാട് അങ്ങ് കടന്ന് കയറുന്നില്ല. നമുക്കൊന്ന് തുടങ്ങി വെക്കാമേ. മാനേജ്മെന്റിലെ പോലെ മാർക്കറ്റിങ്ങിനകത്തും കുറച്ച് മാർക്കറ്റിംഗ് ഗുരൂസ് ഉണ്ട്. ആൾക്കാരെ പറ്റിയൊക്കെ പഠിക്കണം. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം. ഇന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു വേർഡ് മാർക്കറ്റിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. മാർക്കറ്റ് എന്താണെന്നറിയാലോ? ബയേഴ്സും സെല്ലേഴ്സും മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മാർക്കറ്റ്. അപ്പൊ പണ്ട് കാലത്ത് ട്രഡീഷണലി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് കൺസ്യൂമറുടെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നു. അതായത് സെല്ലിങ്, വിൽക്കുക. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് കൺസ്യൂമറുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇത്രയേ ഉള്ളായിരുന്നു പണ്ട് മാർക്കറ്റിംഗ്. ഭയങ്കര നാരോ സ്കോപ്പ് ആയിരുന്നു. അതായത് ഒരാൾ മാനുഫാക്ചർ ചെയ്യുന്നു, ദെൻ കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് അത് എത്തിക്കുന്നു. കഴിഞ്ഞു, അവിടെ മാർക്കറ്റിംഗ് കഴിഞ്ഞു. പ്രൊഡ്യൂസ് ചെയ്തു, വിറ്റു, അവിടെ കൊണ്ട് മാർക്കറ്റിംഗ് കഴിയുമായിരുന്നു ട്രഡീഷണൽ പണ്ട്. എന്നാൽ ഇന്നതല്ല, അല്ലെ? പണ്ടത്തെ ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അല്ല ഇന്നുള്ളത്. ഇപ്പോഴത്തെ മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം ഒരാള് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറെ കൊണ്ട് ഏൽപ്പിക്കുന്നു, കസ്റ്റമർക്ക് കൊണ്ട് വിൽക്കുന്നു. ഇതിനെ നേരെ തിരിക്കും, അല്ലെ? കൺസ്യൂമേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൺസ്യൂമർ സെൻട്രിക്ക. ആദ്യം കൺസ്യൂമറുടെ നീഡ് മനസ്സിലാക്കും. കൺസ്യൂമർ നീഡുകൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും. അത്തരത്തിലൊരു രീതിയിലേക്ക് നമ്മുടെ മോഡേൺ മാർക്കറ്റിംഗ് മാറി. പണ്ട് പ്രൊഡ്യൂസർക്ക് ഇഷ്ടമുള്ള സാധനം മാനുഫാക്ചർ ചെയ്യുന്നു, കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ നേരെ തിരിച്ചാ. കൺസ്യൂമേഴ്സിന്റെ ഇഷ്ടം മനസ്സിലാക്കി അതനുസരിച്ച് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് ആ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിന് കൊടുക്കും. അവിടെ ഇത് കൺസ്യൂമർ സെൻട്രിക് ആയിരിക്കും മോഡേൺ മാർക്കറ്റിംഗ്. അതേപോലെ വാല്യൂ ഡ്രിവൺ ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമർക്ക് കൊടുക്കുക എന്നതിലുപരി കൺസ്യൂമേഴ്സിന് വാല്യൂ കൊടുക്കണം. അവര് തരുന്ന 100 രൂപയാണെങ്കിൽ ആ 100 രൂപയ്ക്കുള്ള സാധനം അവർക്ക് കൊടുക്കുക. നമ്മളൊരു വാല്യൂ ആ കൊടുക്കുന്നത്. വാല്യൂ ക്രിയേഷൻ ആ, ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയല്ല. അതേപോലെ ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റതോടുകൂടി മാർക്കറ്റിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു പണ്ട്. എന്നാൽ മോഡേൺ മാർക്കറ്റിംഗിൽ അങ്ങനെയാണോ? ഒരു പ്രൊഡക്റ്റ് വിറ്റു, അവിടെ കൊണ്ട് കഴിയുന്നില്ല. അവിടെ ഒരു കൺസ്യൂമേഴ്സുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ ആഫ്റ്റർ സെയിൽ സർവീസുകൾ കൊടുക്കും. അതേപോലെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ പിന്നെ നമുക്ക് അവർ വിളിച്ച് ചോദിക്കും. നമ്മളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് വെക്കും. എപ്പോഴും ആ കോണ്ടാക്ട് കീപ്പ് ചെയ്യും. ഇതാണ് മോഡേൺ മാർക്കറ്റിംഗ്, അല്ലെ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ട്രഡീഷൻ എന്താണ് മാർക്കറ്റിംഗ്, പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയായിരുന്നു എന്നൊന്ന് ഒരു ഐഡിയ കിട്ടുക. ഈ ഐഡിയ ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും എവിടാന്നറിയാമോ? മാർക്കറ്റിംഗിന്റെ എവല്യൂഷനിലോട്ട് പോകുമ്പോൾ. ഇതാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടത് കോർ ഏരിയ. ഓക്കെ, അപ്പൊ അതിന് മുന്നേ കുറച്ചൊരു ബേസിക്സ് ഞാൻ പറയാം. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരേണ്ട വ്യക്തിയാണ് ഫിലിപ്പ് കോട്ട്ലർ. ഫിലിപ്പ് കോട്ട്ലർ, ഫാദർ ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫിലിപ്പ് കോട്ട്ലർ. ഫിലിപ്പ് കോട്ട്ലറുടെ ഡെഫിനിഷൻ ഉണ്ട്. ഫിലിപ്പ് കോട്ട്ലർ മാർക്കറ്റിംഗിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ?
ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് എക്സ്പ്ലോറിംഗ്, ക്രിയേറ്റിംഗ് ആൻഡ് ഡെലിവറിംഗ് വാല്യൂ. കേട്ടോ, വാല്യൂ ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് എ ടാർഗറ്റ് മാർക്കറ്റ് അറ്റ് എ പ്രോഫിറ്റ്. അപ്പോ പ്രോഫിറ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിന് വാല്യൂ ആണ് കൊടുക്കുന്നത്. പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നു എന്നല്ല പറയുന്നത്, അവര് തരുന്ന പൈസയ്ക്കുള്ള സാധനം അതാ വാല്യൂ ആണ് നമ്മൾ അവിടെ ഡെലിവർ ചെയ്യുന്നത്. ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ഏതൊരു ഡെഫിനിഷൻ ചോദിച്ചാലും അത് ഫിലിപ്പ് കോട്ട്ലറുടെ തന്നെ ആയിരിക്കും. സാധാരണഗതിയിൽ അങ്ങനെയാണ്. അപ്പം ഡെഫിനിഷൻ ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ ഫിലിപ്പ് കോട്ട്ലർ ഉണ്ടെങ്കിൽ അത് ഫിലിപ്പ് കോട്ട്ലറുടെ ഡെഫിനിഷൻ ആകാനേ സാധ്യതയുള്ളൂ. ഒന്നല്ല, ഫിലിപ്പ് കോട്ട്ലറുടെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മാർക്കറ്റിംഗ് ഗുരൂസിനെ പറ്റി മാത്രമായിട്ടൊരു ക്ലാസ് വേണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇൻട്രോ പോർഷനിൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. ജെറോം മെക്കാർത്തി ഉണ്ട്, തിയോഡോർ ലെവിറ്റ് ഉണ്ട്, ഫിലിപ്പ് കോട്ട്ലർ ഉണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്. പീറ്റർ ഓഫ് ഡ്രക്കർ വരുന്നുണ്ട്. ഇവരെയൊക്കെ പറ്റിയിട്ട് നമുക്ക് പഠിക്കണം. യെസ്, നോക്കിക്കേ, നമ്മൾ ഈ പറഞ്ഞ പണ്ടത്തെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും മോഡേൺ മാർക്കറ്റിങ്ങും അതിന്റെ ആ ഒരു ഡിഫറൻസ് കണ്ടോ? പണ്ട് എപ്പോഴും മാർക്കറ്റിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മുടെ ഫാക്ടറിയാ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. അവിടുന്നാണ് മാർക്കറ്റിംഗ് തുടങ്ങുന്നത്. അതായത് ഒരു സാധനം മാനുഫാക്ചർ ചെയ്യുന്നു, കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുന്നു, പൈസ മേടിക്കുന്നു, കഴിഞ്ഞു. അതായിരുന്നു മാർക്കറ്റിംഗ്. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടാ? നമ്മുടെ ഫാക്ടറി ആയിരുന്നു. എന്നാൽ മോഡേൺ മാർക്കറ്റിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടാ നോക്കിക്കേ? നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ആണ്. ആ ടാർഗറ്റ് മാർക്കറ്റിനെ തന്നെ നമ്മൾ കസ്റ്റമർ എന്ന് പറയും അല്ലെ. നമ്മുടെ പ്രൊഡക്റ്റ് ആരാണോ വാങ്ങുന്നത്, അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചിട്ടാണോ നമ്മൾ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്, ഏത് കസ്റ്റമർ സെഗ്മെന്റിനെ ഉദ്ദേശിച്ചിട്ടാണോ നമ്മൾ ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്, ആ കസ്റ്റമർ സെഗ്മെന്റ് ആണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ്. ഇപ്പൊ ഞാൻ ബേബി പ്രൊഡക്റ്റുകളാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ എന്റെ ടാർഗറ്റ് മാർക്കറ്റ് ആരാ? കൊച്ചുകുട്ടികളാണ്, കൊച്ചുകുട്ടികളുള്ള വീട്ടുകാരായിരിക്കും. ഞാൻ ഇനിയും ഷുഗർ ഫ്രീ ബിസ്ക്കറ്റുകളാണ് ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ എന്റെ ടാർഗറ്റ് മാർക്കറ്റ് ആരാ? ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോ മോഡേൺ മാർക്കറ്റിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടാ? നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ്, അതായത് നമ്മുടെ കസ്റ്റമർ. പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് ആരാണോ വാങ്ങാൻ പോകുന്നത് ആ കസ്റ്റമേഴ്സിൽ നിന്നാണ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മോഡേൺ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവരുടെ നീഡുകളാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അവരുടെ നീഡ്സ് മനസ്സിലാക്കിയതിന് ശേഷമേ എന്തിലേക്ക് വരത്തുള്ളൂ? നമ്മുടെ ഫാക്ടറിയിൽ വന്ന് പ്രൊഡക്ഷൻ തുടങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പൊ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാറിയേക്കുന്നതുണ്ടോ? ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ബേസ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഫോക്കസ് കൊടുത്തിരുന്നത് പ്രൊഡക്റ്റിനാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഒരു സാധനം നമ്മൾ മാനുഫാക്ചർ ചെയ്തു, ആ പ്രൊഡക്റ്റ് വിൽക്കുന്നു. ആ പ്രൊഡക്റ്റിന് 100 രൂപയായിരിക്കും, 500 രൂപയായിരിക്കും, 1000 രൂപയായിരിക്കും. കമ്പനി അതിന് ഇഷ്ടമുള്ള ഒരു വില ഇട്ടങ്ങ് വിൽക്കുക. മോഡേൺ മാർക്കറ്റിംഗില് പ്രൊഡക്റ്റ് അല്ല കൊടുക്കുന്നത്, കസ്റ്റമർ വാല്യൂ ആണ്. അതായത് നമ്മളൊരു ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു എന്നല്ല ഇവര് പറയുന്നത്, കസ്റ്റമേഴ്സിന് വാല്യൂ ആണ് കൊടുക്കുന്നത്. വാല്യൂ, അവര് തരുന്ന പൈസ 100 രൂപയാണെങ്കിൽ ആ 100 രൂപയ്ക്കുള്ള സാധനം കൊടുക്കും. അല്ലാതെ നമ്മളൊരു സാധനം മാനുഫാക്ചർ ചെയ്തിട്ട് അതിന് 100 രൂപ എന്ന് പറഞ്ഞല്ല കൊടുക്കുന്നത്, അവര് തരുന്ന വിലയ്ക്കുള്ള സാധനമാണ് കൊടുക്കുന്നത്. ആ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. യെസ്, ഇനി ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെല്ലിംഗ് മാത്രമേ ഉള്ളായിരുന്നു അല്ലെ. നമ്മൾ മാനുഫാക്ചർ ചെയ്തു, അത് പ്രൊമോട്ട് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മോഡേൺ മാർക്കറ്റിംഗിലാണ് നമ്മുടെ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. 4P വരുന്നുണ്ട്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് മോഡേൺ മാർക്കറ്റിംഗ്. അപ്പൊ ആ മാർക്കറ്റിംഗ് മിക്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണം കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കും. ദെൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എവിടം കൊണ്ട് അവസാനിക്കും? സാധനം വിറ്റു, പ്രോഫിറ്റ് കിട്ടി, നമ്മുടെ സെയിൽസോട് കൂടി സാധനം വിറ്റു, നമുക്ക് ലാഭവും കിട്ടി, അവിടം കൊണ്ട് കഴിഞ്ഞു, അവിടം കൊണ്ട് മാർക്കറ്റിംഗ് എൻഡ് ചെയ്തു. എന്നാൽ മോഡേൺ മാർക്കറ്റിംഗില് അവിടെ ആ മാർക്കറ്റിംഗിന്റെ എൻഡ് എന്ന് പറയുമ്പോ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ കൂടെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ മെയിൻ ഉദ്ദേശം സാധനം വിറ്റു, പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ
നമ്മുടെ എയിം എല്ലാം ഫുൾഫിൽ ആയി. നമുക്ക് പ്രൊഡക്റ്റ് വിൽക്കണം, പ്രോഫിറ്റ് കിട്ടണം. അപ്പൊ സെയിൽസ് വോളിയം ആണ് മാക്സിമം. പ്രൊഡക്റ്റുകളുടെ വോളിയം, അതായത് ക്വാണ്ടിറ്റി കൂടുതൽ വിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന ലക്ഷ്യം. എന്നാൽ മോഡേൺ മാർക്കറ്റിംഗിന്റെ എയിം എന്താ? എങ്ങനെ പ്രോഫിറ്റ് കിട്ടണമെന്നാ? പ്രൊഡക്റ്റുകൾ കൂടുതൽ ക്വാണ്ടിറ്റി വിറ്റു എന്നതിലല്ല, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ കൂടെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമുക്ക് പ്രോഫിറ്റ് വേണം, പക്ഷേ അത് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടി, നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് ആ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷനും കിട്ടണം, നമുക്ക് പ്രോഫിറ്റും കിട്ടണം. അതാണ് മോഡേൺ മാർക്കറ്റിംഗിന്റെ എയിം അവരുദ്ദേശിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് കൂടുതൽ സാധനങ്ങൾ വിറ്റു ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അതുവഴി കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കൂടെ കിട്ടണം. അതേപോലെ സ്കോപ്പ് ആണെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മൾ പറഞ്ഞു സെയിലോട് കൂടി എൻഡ് ചെയ്യുക. അതായത് സാധനം വിറ്റ് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് അവിടെ കഴിഞ്ഞു, പിന്നെ അതിന്റെ പുറകെ പോക്കൊന്നും ഇല്ല. പക്ഷെ മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും. നമ്മളൊരു സാധനം കൺസ്യൂമർക്ക് വിറ്റ് കഴിഞ്ഞാലും ആ കസ്റ്റമറുമായിട്ടൊരു റിലേഷൻ കീപ്പ് ചെയ്യും. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കമ്പനിയിൽ കാണും. അവർക്കിടയ്ക്ക് കമ്പനിയിൽ ഓഫറുകൾ വരുമ്പോൾ മെയിലുകൾ അയക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജുകൾ പോകും. ഇതൊക്കെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള മെക്കാനിസംസാ. മോഡേൺ മാർക്കറ്റിംഗില് സാധനം വിറ്റ് കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും, അല്ലാതെ സെയിലോട് കൂടി എൻഡ് ചെയ്യുന്നില്ല. ആ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ എൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ കറന്റ്ലി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പണ്ടത്തെ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി ഒരുപാട് വൈഡറായി അല്ലെ. ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്കോപ്പ് ഭയങ്കര വൈഡറാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മാർക്കറ്റിംഗിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട്. യെസ്, അപ്പം മാർക്കറ്റിംഗ് ഇപ്പൊ കറന്റ്ലി ഇപ്പോഴത്തെ സ്ഥിതിയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ. പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് കസ്റ്റമർ നീഡ്, ക്രിയേറ്റിംഗ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു സാറ്റിസ്ഫൈ ദോസ് നീഡ് ആൻഡ് ഡെലിവറിംഗ് ദം ഇഫക്റ്റീവ്ലി വൈൽ ബിൽഡിംഗ് സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. കസ്റ്റമർ നീഡുകൾ മനസ്സിലാക്കണം, അതനുസരിച്ച് അവരുടെ നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം, മാനുഫാക്ചർ ചെയ്യണം. ദെൻ അത് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യുന്നു, അവരുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തു പോകണം. ഇത്രയും കാര്യങ്ങളും മാർക്കറ്റിങ്ങിനകത്ത് വരും. അപ്പൊ ഇവിടെ നമ്മുടെ മോഡേൺ മാർക്കറ്റിംഗ് കൺസ്യൂമേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് പ്രോസസ് ആണ് അല്ലെ. എക്സ്ചേഞ്ച് ആണ്, ബയറും സെല്ലറും എക്സ്ചേഞ്ച് ചെയ്യുവാണ്. ഗുഡ്സ് ഓർ സർവീസ് ഓർ വാല്യൂ. ബയർ പൈസ കൊടുക്കുന്നു, സെല്ലർ അതിനുള്ള വാല്യൂ കൊടുക്കും അല്ലെ. പ്രൊഡക്റ്റ് എന്നുള്ളതിലുപരി വാല്യൂ ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞ കാര്യം വാല്യൂ ക്രിയേഷൻ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെല്ലിംഗ് മാത്രമല്ല, ബട്ട് ക്രിയേറ്റിംഗ് എ വാല്യൂ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അതേപോലെ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്, നമുക്കറിയാം 4 പീസ് അവിടെ വരുന്നുണ്ട്. ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. മാർക്കറ്റിംഗിന്റെയും എയിം പ്രോഫിറ്റ് മാക്സിമൈസേഷനും അതേപോലെ തന്നെ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനും വരുന്നുണ്ട് കേട്ടോ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. യെസ്, ഇനി ഇത് ഇത്രയും നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതിയായിരുന്നു. ഇനിയുള്ളത് നോട്ട് ചെയ്ത് പോകണം. മാർക്കറ്റിംഗിന്റെ എവല്യൂഷൻ, ഇത് കോർ ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് ചോദ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞേക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയയിലേക്ക് പോകാം. ഈ മാർക്കറ്റിംഗിന്റെ ഇവല്യൂഷൻ കണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ പണ്ടുണ്ടായിരുന്ന മാർക്കറ്റിംഗ് അങ്ങനെ ആയിരുന്നു, ഇപ്പൊ ഉണ്ടായിരുന്ന മാർക്കറ്റിംഗ് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നത് ഒറ്റയടിക്ക് മാറിയതല്ല. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്ന് ഇപ്പോഴത്തെ മോഡേൺ മാർക്കറ്റിംഗിലേക്ക് ഈ ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് എത്തി നിൽക്കുവാണെങ്കിൽ ഒറ്റച്ചാട്ടത്തിന് പണ്ടത്തെ മാർക്കറ്റിംഗിന് ഇപ്പോഴത്തെ രീതിയിലേക്ക് മാറിയതല്ല, അത് ഇവോൾവ് ചെയ്ത് വന്നതാ. കണ്ടോ, ഇവോൾവ് ചെയ്ത് വന്നതാണ്. അതായത് പണ്ട് ഉണ്ടായിരുന്നത് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആയിരുന്നു. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്ഷൻ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു മാർക്കറ്റിംഗ്. പിന്നീട് അത് പ്രൊഡക്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് മാറി, പിന്നീട് അത് സെല്ലിംഗ് കോൺസെപ്റ്റ് ആയിട്ട് മാറി, പിന്നീട് അത് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആയിട്ട് മാറി. അതിനുശേഷമാണ് ഇപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. കറന്റ്ലി ഈ ഒരു സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ആണ് നിലവിലുള്ളത്. അപ്പം ഈ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പണ്ട് ഇത് പ്രൊഡക്ഷൻ കോൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരുന്നു മാർക്കറ്റിംഗ്. അത്
ഇങ്ങനെ മാറി 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 ഇവോൾവ് ആയി ഇന്നത്തെ ഈ ഒരു സൊസൈറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് വരെ എത്തി. അപ്പോ ഈ ഇവല്യൂഷൻ കൃത്യമായിട്ട് പഠിക്കണം. അതിന്റെ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓർഡർ റീ അറേഞ്ച് ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ ഇവിടെ നമുക്ക് ഓരോ കോൺസെപ്റ്റും എന്താണ് പറയുന്നത്, ഓരോ കോൺസെപ്റ്റിന്റെയും കീ ഫോക്കസ് കൃത്യമായിട്ട് പഠിച്ചോണം. അതും ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കേ, ഫസ്റ്റ് കോൺസെപ്റ്റ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്. അതായത് മാർക്കറ്റിംഗിന്റെ എവല്യൂഷന്റെ ഏറ്റവും ഏർലിയസ്റ്റ് സ്റ്റേജ് ആണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്താണെന്നറിയാമോ? ആ പേര് കണ്ടോ? പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് പണ്ട് കാലത്ത് ഈ വലിയ വലിയ കമ്പനീസ്, മാനുഫാക്ചറിങ് കമ്പനീസ് ഒക്കെ വിചാരിച്ചിരുന്നത് എന്താ? മാക്സിമം പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുക, മാനുഫാക്ചർ ചെയ്ത് വിൽക്കണം. അതായത് പ്രൊഡക്ഷൻ കൂട്ടണം. പ്രൊഡക്ഷൻ കൂട്ടുമ്പോ എന്താ ഗുണം? നമുക്ക് ഒത്തിരി സാധനം അങ്ങ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ പ്രൊഡക്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അപ്പോ ഈ പ്രൊഡക്റ്റ് എവിടെ നോക്കിയാലും നമ്മുടെ പ്രൊഡക്റ്റ് ആവണം. അതായത് കസ്റ്റമേഴ്സ് ഇപ്പൊ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഏത് കടയിൽ പോയാലും എവിടെ പോയാലും നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ നിറഞ്ഞിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവര് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ വാങ്ങും. ഇങ്ങനെ സെയിൽസ് കൂട്ടാം. ഇതായിരുന്നു പണ്ടത്തെ ഒരു മാർക്കറ്റിംഗിന്റെ കോൺസെപ്റ്റ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ കൂട്ടണം. അപ്പൊ പ്രൊഡക്ഷൻ എഫിഷ്യൻസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രൊഡക്ഷൻ ഒരുപാട് കൂടുമ്പോ, ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പ്രൊഡക്ഷൻ കൂട്ടുമ്പോഴത്തേക്കിന് പെർ യൂണിറ്റ് കോസ്റ്റ് കുറയും. കാരണം നമ്മൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എന്ന് പറയുന്ന രണ്ട് കമ്പോണന്റുകൾ അറിയത്തില്ലേ? ഫിക്സഡ് കോസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ്. അത് ഫിക്സഡ് ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പൊ ഫാക്ടറിയുടെ റെന്റ്, നമ്മൾ എത്ര പ്രൊഡക്ഷൻ നടത്തിയാലും 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും റെന്റ് 10,000 ആണെങ്കിൽ 10,000 തന്നെ ആ ഫാക്ടറിക്ക് കൊടുക്കേണ്ടി വരുന്നത്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? കോസ്റ്റ് കൂടിയും കുറഞ്ഞും വരും. വോളിയം കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റും കൂടും. ഇതാണ് വേരിയബിൾ കോസ്റ്റുകൾ. അമൽ പുണ്യാളൻ അഗർബത്തീസിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലേ? യെസ്. അപ്പൊ ഇവിടെ ഈ പ്രൊഡക്ഷൻ കൂട്ടുമ്പോ, അതായത് വോളിയം കൂട്ടുമ്പോ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറയും. അത് ശരിയാണോ ആ സ്റ്റേറ്റ്മെന്റ്? ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആണ്. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അത് ശരിയാണോ? അത് ശരിയാണ് അല്ലെ? ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ ചോദിക്കട്ടെ. പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് വിൽ ഡിക്രീസ് ഇഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ്. ശരിയാണോ? പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് ഡിക്രീസ് ഇഫ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ്. അത് ശരിയാണോ? തെറ്റാ? ജബിത ശരിയാന്ന് പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് തെറ്റാണ്. എന്തുകൊണ്ടാ തെറ്റാന്ന് നിങ്ങൾ പറയുന്നേ? ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ? അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ് കുറയുന്നു എന്ന് പറഞ്ഞപ്പോ അത് തെറ്റാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വന്നൊരു വ്യത്യാസം കണ്ടോ? ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആണ്. അതായത് പ്രൊഡക്ഷൻ വോളിയം കൂടിയാലും കുറഞ്ഞാലും ഫിക്സഡ് കോസ്റ്റ് ഇത്ര തന്നെ കൊടുക്കണം. അത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഇനി പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് എടുക്കുവാണെങ്കിൽ പ്രൊഡക്ഷൻ വോളിയം കൂടുന്തോറും പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും? കുറയും. പ്രൊഡക്ഷൻ വോളിയം കൂടുമ്പോ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറയും അല്ലേ? കാരണം
നമ്മൾ പറഞ്ഞു ഫാക്ടറിയുടെ റെന്റ് 10,000 രൂപയാ. ഈ 10,000 രൂപ ഫാക്ടറിയുടെ റെന്റ് കൊടുക്കും. നമ്മൾ 500 യൂണിറ്റ് മാനുഫാക്ചർ ചെയ്താലും 1000 യൂണിറ്റ് മാനുഫാക്ചർ ചെയ്താലും ഫാക്ടറിയുടെ റെന്റ് 10,000. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആണ്. ഇനി നമുക്ക് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് എടുക്കാം. പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ നമ്മുടെ ടോട്ടൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമല്ലേ. അതായത് ഈ 10,000 എന്ന് പറഞ്ഞ നമുക്കുണ്ടായ ഫാക്ടറിയുടെ റെന്റ് അത് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിനോടൊപ്പം കാണിക്കത്തില്ലേ? പ്രൊഡക്റ്റിന്റെ കോസ്റ്റിന്റെ ഒരു ഭാഗമല്ലേ. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടെ ഒക്കെ കൂടുന്നതല്ലേ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ്. അപ്പൊ ഈ 10,000ത്തിന്റെ ഒരു ഭാഗം നമ്മുടെ ഓരോ യൂണിറ്റിന്റെയും കോസ്റ്റിലും നമ്മൾ കാണിക്കും. 500 യൂണിറ്റ് ആണ് മാനുഫാക്ചർ ചെയ്തെങ്കിൽ ഈ 10,000 രൂപയെ 500 ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോന്നിലേക്കും ആഡ് ചെയ്യും, ഓരോന്നിന്റെയും കോസ്റ്റിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ഈ 10,000 500 എണ്ണത്തിലേക്ക് സ്പ്രെഡ് ആയി. ഇനി നമ്മൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലോ ഈ 10,000ത്തിനെ 1000 യൂണിറ്റിലേക്ക് സ്പ്രെഡ് ചെയ്തൂടെ? അപ്പൊ നമ്മുടെ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞില്ലേ? ഓരോന്നിലേക്കും അബ്സോർബ് ചെയ്യുന്ന ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞില്ലേ? എടാ നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോ പറയത്തില്ലേ, ടൂറിസ്റ്റ് ബസ്സിന്റെ ടോട്ടൽ ടൂറിസ്റ്റ് ബസ്സിന് 50,000 രൂപയാണ് ഈ ടൂർ പോകുന്നതിന് കൊടുക്കേണ്ടി വരുന്നത്. ആളുകളുടെ എണ്ണം എപ്പോഴും 50,000 തന്നെ കൊടുക്കണം. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ഓരോരുത്തരും കൊടുക്കേണ്ട ടൂറിന്റെ ഫീസ് കുറയത്തില്ലേ? ആളുകളുടെ എണ്ണം കൂടുമ്പോൾ നേരത്തെ ആണെങ്കിൽ ഒരാൾ 5,000 വെച്ച് കൊടുക്കണം എന്ന് പറയും. കുറച്ചുകൂടെ പിള്ളേര് വരുവാണെങ്കിൽ ഒരാൾ 4,000 വെച്ച് കൊടുത്താൽ മതി. കാരണം നമുക്ക് അത്രയും പേരിലേക്ക് അത് സ്പ്രെഡ് ആവുക. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആണ്. എപ്പോഴാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും? വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറയും. ഇനി അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യും അല്ലെ? പ്രൊഡക്ഷൻ കൂടുന്ന അനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യത്തില്ലേ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യുമല്ലോ. അത് വേരി ചെയ്യും. പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് വേരി ചെയ്യത്തില്ലേ? ശബാന വേരി ചെയ്യുമോ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ്? പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മള് വേരിയബിൾ കോസ്റ്റിന്റെ കോൺസ്റ്റന്റ് ആവില്ലല്ലോ, അത് വേരി ആവില്ലേ? ഞാൻ ഫിക്സഡ് അല്ല, വേരിയബിൾ ആണ്. ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയതാ. ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അയ്യോ സോറി. അപ്പൊ എന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. വേരിയബിൾ കോസ്റ്റിന്റെ കേസിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യും, പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. യെസ്, കാരണം ഇപ്പൊ നമുക്ക് ഒരു പേന മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് 5 രൂപയുടെ മെറ്റീരിയൽസ് വേണം. അത് എത്ര പേനയാണെങ്കിലും ഓരോ പേനയ്ക്കും 5 രൂപയുടെ മെറ്റീരിയൽസ് അല്ലേ വേണ്ടേ? അപ്പൊ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് കൂടുന്നത്. വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂടുന്ന അനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടും. പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാ. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രൊഡക്ഷൻ വോളിയം കൂടുമ്പോൾ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറയുകയും ചെയ്യും. ഓക്കെ, നമ്മൾ പഠിച്ച് കോസ്റ്റിംഗിലേക്ക് പോയി അല്ലേ? യെസ്. അപ്പൊ നമ്മളിപ്പം പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആയി പറയുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ കോൺസെപ്റ്റിൽ ഇതായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടുക. പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ കോസ്റ്റ് കുറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റുകൾ കോസ്റ്റ് കുറയുമ്പോൾ പ്രൈസും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടുക. പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ പ്രൊഡക്റ്റുകളുടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഈ സാധനങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കാം. അതായത് കൺസ്യൂമേഴ്സിന് കുറഞ്ഞ വിലയിൽ പ്രൊഡക്റ്റുകൾ കൊടുക്കാം. അപ്പം 2 ഗുണമാണ്. അതായത് ഭയങ്കര മാസ് പ്രൊഡക്ഷൻ നടത്തിയാൽ, മാസ് പ്രൊഡക്ഷൻ ആണ് കേട്ടോ പ്രൊഡക്ഷൻ കോൺസെപ്റ്റിന്റെ മെയിൻ ആയിട്ട് പറയുന്നത് മാസ് പ്രൊഡക്ഷനാണ്. മാസ് പ്രൊഡക്ഷൻ നടത്തുവാണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാനും പറ്റും. അതായത് കസ്റ്റമർ എവിടെ നോക്കിയാലും നമ്മുടെ കമ്പനിയുടെ സാധനങ്ങൾ തന്നെ കാണും. ഏത് കടയിൽ കയറിയാലും അത് കാണും. അത്രയും നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ നടത്തുക.
അങ്ങനെ നടത്തുമ്പോൾ രണ്ട് ഗുണമാണ്. ഒന്ന്, നമ്മുടെ പ്രൊഡക്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആക്കാനും പറ്റും. രണ്ട്, വില കുറച്ച് വിൽക്കാനും പറ്റും. പ്രൊഡക്ഷൻ വോളിയം കൂടുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് പ്രയോജനവും കിട്ടും. അപ്പൊ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? പ്രൊഡക്റ്റിന്റെ വിലയും കുറവാ, എല്ലായിടത്തും അവൈലബിളുമാണ്. അപ്പൊ എല്ലാവരും ഇത് വാങ്ങും. ഇങ്ങനെ സെയിൽസ് കൂട്ടാം. ഇതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റിൽ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതായിരുന്നു പണ്ടത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു കോമൺ ബിലീഫാണ്, കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് അവർക്ക് അവൈലബിൾ ആയിട്ടും അഫോർഡബിൾ ആയിട്ടും കിട്ടുന്ന പ്രൊഡക്റ്റുകളായിരിക്കും. കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് വൈഡ്ലി അവൈലബിൾ ആൻഡ് അഫോർഡബിൾ പ്രൊഡക്റ്റാ. അതെന്താ ഉദ്ദേശിക്കുന്നേ? അവൈലബിൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം തൊട്ട മിറ്റത്തെ കടയിൽ ഇറങ്ങിയാലും ഈ സാധനം കിട്ടും. അപ്പൊ നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നു. അതേപോലെ അഫോർഡബിളും കൂടെ ആണെങ്കിൽ പിന്നെ അതേ നമ്മൾ വാങ്ങത്തുള്ളൂ. എവിടെ പോയാലും കിട്ടുകയും ചെയ്യും, വിലയും കുറവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അവൈലബിൾ ആൻഡ് അഫോർഡബിൾ പ്രൊഡക്റ്റുകളോടാണ് കസ്റ്റമേഴ്സിന് ഇഷ്ടം. ആ ഒരു കോമൺ ബിലീഫ് അങ്ങനെയാണ് ഇൻഡസ്ട്രീസ്, കമ്പനീസ് വിശ്വസിച്ച് വെച്ചിരുന്നത്. അതുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടുക. ഇവിടുത്തെ കോർ അസംഷൻ എന്താ പറഞ്ഞേക്കുന്നേ? എപ്പോഴും സപ്ലൈയെക്കാട്ടി കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ സപ്ലൈ ഒത്തിരി കൂട്ടിക്കോളാനാ പറയുന്നത്. എപ്പോഴും ഡിമാൻഡ് ഇങ്ങനെ എക്സസ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് മാനുഫാക്ചർ ചെയ്യണം, അതായത് കുറേ പ്രൊഡക്ഷൻ നടത്തണം. ഈ പ്രൊഡക്ഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യുക? അത് മാർക്കറ്റിലേക്ക് എത്തിക്കുക. അപ്പം കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. കസ്റ്റമേഴ്സ് പ്രൈസ് സെൻസിറ്റീവ് ആണ്. അസംഷൻസ് ആണ് കേട്ടോ, ഈ പ്രൊഡക്ഷൻ കോൺസെപ്റ്റിന്റെ അസംഷൻസ് ആണ്. ഒന്ന്, എപ്പോഴും മാർക്കറ്റില് സപ്ലൈയെക്കാട്ടി കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും. കസ്റ്റമേഴ്സ് പ്രൈസ് സെൻസിറ്റീവ് ആണ്, അതായത് വില കുറഞ്ഞ സാധനം അവർ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് എപ്പോഴും അവൈലബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ക്വാളിറ്റിക്കോ വെറൈറ്റിക്കോ അല്ല. അതിലുപരി അവൈലബിലിറ്റി, നമുക്ക് എവിടെ നോക്കിയാലും ഒരു ചെറിയ കടയിൽ പോലും ഇത് അവൈലബിൾ ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് തന്നെ അവർ ചൂസ് ചെയ്യും. അപ്പൊ അവൈലബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ 3 അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസിന്റെ ബേസിലാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റിൽ എന്ത് പറഞ്ഞേ? മാക്സിമം കമ്പനീസ് മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടുക. പ്രൊഡക്ഷൻ കൂട്ടി കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ അവൈലബിൾ ആക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നല്ല സെയിൽസ് കിട്ടും, നമ്മുടെ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഇതാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.